സിനിമാ രംഗം അന്യഭാഷ സിനിമകളിൽ നിന്ന് വ്യത്യസ്തമാണ്. വളരെ ഉയർന്ന ചിന്താഗതികളോടുകൂടി നമ്മുടെ മലയാള സിനിമകളിൽ കാലപ്പഴക്കത്തിന് തകർക്കാൻ പറ്റാത്ത വിധത്തിൽ പുതുമയോടെ എന്നും എന്നും കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു പിടി നല്ല രംഗങ്ങൾ നമുക്കുണ്ട്. അതിൽ സ്ത്രീയുടെ വിവിധ ഭാവങ്ങളെ മുൻനിർത്തി ആവിഷ്കരിച്ച ചില സിനിമകൾ നമ്മളെ ആഴത്തിൽ ചിന്തിപ്പിക്കുന്നവയാണ്. നാടോടി കഥകളിൽ തലമുറകളായി കേട്ടുവരുന്ന കള്ളിയം കാട്ടുനീലി നമ്മുടെയൊക്കെ മനസ്സുകളിൽ ഭീതിയും വിദ്വേഷവും ഉണർത്തുന്ന ഒരു കഥാപാത്രമായാണ് നീലിയെ ആവിഷ്കരിക്കപ്പെട്ടിട്ടുള്ളത്. കഥകൾ നമുക്ക് പറഞ്ഞു തന്ന നീലി, മനുഷ്യനെ വശീകരിച്ച് അവൻ്റെ ചോര വാർന്നു കുടിക്കുന്ന നീലി. എന്നാൽ അവൾക്കുമുണ്ട് ഒരു കഥ പറയാൻ, അവളുടെ ചോരയുടെ കഥ. വീടൊഴിഞ്ഞ് നാടൊഴിഞ്ഞ് അന്തമില്ലാത്ത പകയുമായി അലയുന്ന ആത്മാവ് നീലി. ചുറ്റുമുള്ളവരാൽ വഞ്ചിക്കപ്പെട്ട നീലി, പുനർജനിച്ചിട്ട് പോലും തൻ്റെ മനസ്സിനും ആത്മാവിനും മോക്ഷം ലഭിക്കാതെ അലഞ്ഞ നീലി, അനുഭവിച്ച വഞ്ചനയുടെ വേദന അടുത്ത ജന്മത്തിൽ പോലും മനസ്സിൽ കൊണ്ടു നടന്ന നീലി. പെണ്ണു വളർന്നേ, കണ്ണും മെയ്യുണ്ട് ചേലിൽ തെളിഞ്ഞേ, ചോരച്ചുണ്ടുണ്ട് പാടിത്തെളിഞ്ഞേ, മാരൻ തേടിപ്പോണേ. മാരൻ തേറ്റയിൽ പെണ്ണ് വിടഞ്ഞേ, പെണ്ണിൻ ചങ്കെല്ലാം മാരൻ പിളർന്നേ, കള്ളിച്ചെടിയാകെ ചോര പാടർന്നേ, പെണ്ണ് മണ്ണടിഞ്ഞേ. പകയാണെന്നേ തേറ്റച്ചിറി കാട്ടി അവൾ ചീറുന്നേ, ചതിയിൻ കഥ മേലെ അവൾ വാഴുന്നേ, വീടും വിട്ടൊഴിഞ്ഞേ, വായാരം പാടി പെണ്ണും പോണേ, പോകുന്നാടെല്ലാം പൊയ്യാകുന്നേ, കാമപ്പേനായെ കൊണ്ടറിഞ്ഞേ, പെണ്ണു കൺതുറന്നേ. പെരുമാ
അങ്ങനെ പക തീർക്കാനായി പെണ്ണ് വീണ്ടും പിറന്നു. എന്നാൽ ഉയർത്തെഴുന്നേൽക്കാൻ, കരുത്തു പകരാൻ, കൂടെ നിൽക്കാൻ ഒരു സമൂഹവും കുടുംബവും ഉണ്ടായിരുന്നുവെങ്കിൽ നീലിയുടെ കഥ മറ്റൊന്നായേനെ.